ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൊഡ്യൂൾ 2 ഗ്രാമറിലെ യൂണിറ്റ് 8 ആണ്. ഈ യൂണിറ്റിൽ മോഡൽ ഓക്സിലറീസുമായും ക്വസ്റ്റ്യൻ ടാഗ്സുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യം അവയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായി ഒരു പാസേജും അതുമായി ബന്ധപ്പെട്ട് എക്സസൈസസും തന്നിരിക്കുന്നു. അതിനുശേഷം സാധാരണ പോലെ തന്നെ 5 സെറ്റുകളുള്ള പ്രാക്ടീസ് എക്സസൈസസ് ആണ്. ആദ്യം നമുക്ക് എന്താണ് മോഡൽ ഓക്സിലറീസ് എന്നൊന്ന് നോക്കാം. ഓക്സിലറി വേർബ്സിനെ നമ്മൾ സാധാരണ രണ്ടായി തിരിക്കാറുണ്ട്. പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്നും മോഡൽ ഓക്സിലറി വേർബ്സ് എന്നും. പ്രൈമറി ഓക്സിലറി വേർബ്സ് ബിയുടെയും ഹാവിൻ്റെയും ഡൂവിൻ്റെയും രൂപങ്ങളാണ്. ടെൻസസ് ഉണ്ടാക്കുവാനും പാസീവ് ഫോംസ് ഉണ്ടാക്കുവാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുവാനും നെഗറ്റീവ്സ് ഉണ്ടാക്കുവാനും ഒക്കെ ഇവ സാധാരണ വെർബുകളുമായി യൂസ് ചെയ്യുന്നു. അതേസമയം മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുമ്പോൾ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് എന്നിവയാണ്. ചിലപ്പോഴൊക്കെ നീഡും ഡെയറും മോഡൽ ഓക്സിലറി വേർബ്സായി യൂസ് ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ യൂസ്ഡ് ടുവും ഹാഡ് ടുവും മോഡൽസായി ഉപയോഗിക്കാറുണ്ട്. ഇവ ഉപയോഗിക്കുന്നത് സാധാരണ വെർബുകളുടെ മുമ്പിലാണ്. പെർമിഷൻ, പോസിബിലിറ്റി, സർട്ടൻറ്റി, നെസസിറ്റി എന്നിവയെ കാണിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലും ഷാലുമാണ്. ഫസ്റ്റ് പേഴ്സൺ അതായത് ഐ, വി എന്നിവയുടെ കൂടെ സാധാരണ ഷാൽ യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ളവയുടെ എല്ലാം കൂടെ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ നോർമൽ യൂസേജ് എന്ന് പറയുന്നത്. എന്നാൽ ഇവ തിരിച്ചും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അർത്ഥം അല്പം കൂടി സ്ട്രോങ് ആയി മാറും. ഒരു കാര്യം കഴിയും എന്ന് പറയാനാണ് സാധാരണ ക്യാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പാസ്റ്റായി കഴിഞ്ഞു എന്ന് പറയാൻ കുഡ് ഉപയോഗിക്കും. ഒരു പ്രോബബിലിറ്റിയെ കാണിക്കുവാനാണ് മേയും മൈറ്റും ഉപയോഗിക്കുന്നത്. ഷുഡും ഓട്ടും മസ്റ്റും സാധാരണ നെസസിറ്റിയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓട്ടിനോടൊപ്പം ടൂവും ചേർത്താണ് നമ്മൾ സെൻറ്റൻസിൽ പറയുന്നത്. ഇനി നമുക്ക് പ്രാക്ടീസ് എക്സസൈസസിലേക്ക് പോകാം. ആദ്യം സെറ്റ് 1 നോക്കാം. ചൂസ് ദ കറക്റ്റ് വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ശരിയായ വെർബ് തിരഞ്ഞെടുത്ത് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. 1. ഐ ഡാഷ് ഗോ ആൻഡ് സീ ഹർ ടുമോറോ. കം വാട്ട് ഡാഷ്. ഓപ്ഷൻ എ ഷാൽ, മേ. ഓപ്ഷൻ ബി മേ, മൈറ്റ്. ഓപ്ഷൻ സി ഷുഡ്, മസ്റ്റ്. ഓപ്ഷൻ ഡി മസ്റ്റ്, മേ. എന്തു വന്നാലും നാളെ ഞാൻ അവളെ പോയി കാണും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവളെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പേഴ്സണായ ഐയോടൊപ്പം ഷാലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ ഷാൽ ഗോ ആൻഡ് സീ ഹർ ടുമോറോ എന്ന് വരും. കം വാട്ട് ഡാഷ്, എന്തു വന്നാലും എന്ന് പറയാനായിട്ട് പ്രയോഗിക്കുന്നത് കം വാട്ട് മേ എന്നാണ്. കം വാട്ട് മേ എന്നാണ് പറയുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഷാൽ, മേ. 2. You dash go now and take your seat. The teacher said to Uma. Option A can. Option B may. Option C A and B. Option D none of the above. നീ പോയി സീറ്റിൽ ഇരിക്കൂ, ടീച്ചർ ഉമയോട് പറഞ്ഞു. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് 2 തരത്തിൽ പറയാം. 1 യു ക്യാൻ ഗോ നൗ. 2 യു മേ ഗോ നൗ. ഇത് തമ്മിലുള്ള വ്യത്യാസം, ക്യാൻ എന്ന് പറയുന്നത് അല്പം ഇൻഫോർമലാണ്, അതേസമയം മേ എന്ന് പറയുന്നത് അല്പം കൂടി ഫോർമലാണ്. ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ആൻസർ ഓപ്ഷൻ സി എ ആൻഡ് ബി. 3. സൈമൺ ഡാഷ് ബി കമ്മിങ് ടു ദി ഓഫീസ് ടുഡേ. ഹി ഹാസ് ഫീവർ. ഓപ്ഷൻ എ മേ നോട്ട്. ഓപ്ഷൻ ബി വോണ്ട്. ഓപ്ഷൻ സി വിൽ നോട്ട്. ഓപ്ഷൻ ഡി ഷുഡിൻറ്റ്. സൈമൺ ഇന്ന് ഓഫീസിലേക്ക് വരില്ല, അവന് പനിയാണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൈമൺ ഓഫീസിലേക്ക് വരില്ല എന്ന് പറയുന്നത് കൊണ്ട് വോണ്ട് അല്ലെങ്കിൽ വിൽ നോട്ട് ആണ് വേണ്ടത്. ഓപ്ഷൻ ബി വോണ്ട് ആണ്, ഓപ്ഷൻ സി വിൽ നോട്ട് ആണ്. രണ്ടും ശരിയാണ് എന്ന് നമുക്ക് പറയാം. 4. ഐ ഡാഷ് ഗോ ഔട്ട് സ്കീയിങ് ഇൻ ദി ആൽപ്സ് എവറി വിന്റർ ബട്ട് നൗ ഐ ഡാഷ് നോട്ട്. ഓപ്ഷൻ എ യൂസ് ടു കനോട്ട്. ഓപ്ഷൻ ബി കനോട്ട്, വിൽ നോട്ട്. ഓപ്ഷൻ സി മസ്റ്റ്, മേ. ഓപ്ഷൻ ഡി ക്യാൻ, വിൽ. ഞാൻ എല്ലാ വിൻ്ററിലും ആൽപ്സിൽ സ്കീയിങ്ങിന് പോകാറുണ്ടായിരുന്നു, എന്നാൽ ഇത്തവണ എനിക്ക് കഴിയില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടൊരു കാര്യം സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ സാധാരണ യൂസ്ഡ് ടുവും വുഡുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം വരേണ്ടത് ഐ യൂസ് ടു ഗോ ഔട്ട് എന്നാണ്. എന്നാൽ ഇത്തവണ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കെനോട്ട് അല്ലെങ്കിൽ കാണ്ട് ആണ് വേണ്ടത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ യൂസ്ഡ് ടു കെനോട്ട്. 5. He dash come for the function easily but I wonder if he dash. Option A may, will. Option B will, could. Option C can, will. Option D could, might. അവന് ഈസിയായി ഫംഗ്ഷന് വരാൻ കഴിയും, എന്നാൽ അവൻ വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അവൻ ഈസിയായി വരാൻ കഴിയും എന്ന് പറയാൻ ക്യാൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവൻ വരുമോ എന്ന കാര്യത്തിൽ സംശയമാണ്, അപ്പോൾ ഫ്യൂച്ചറിൽ വിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി, ക്യാൻ, വിൽ. ഇത്രയുമാണ് സെറ്റ് 1. ഇനി സെറ്റ് 2 നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ മോഡൽ ഓക്സിലറീസ് ഫ്രം ദ ലിസ്റ്റ് ഗീവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും അനുയോജ്യമായ മോഡൽ ഓക്സിലറീസ് ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ആദ്യം ലിസ്റ്റ് ഒന്ന് വായിക്കാം. വിൽ, വുഡ്, ഷുഡ്, ക്യാൻ, മസ്റ്റ്, മൈറ്റ്, നീഡ്, ഡെയർ, യൂസ് ടു. 1. സാറ ഡാഷ് ടു ഡു സം എക്സസൈസസ് ഫോർ ഹെർ ഷോൾഡർ, അതർവൈസ് ഷീ ഡാഷ് നീഡ് എ സർജറി. സാറ അവളുടെ ഷോൾഡറിന് ചില എക്സസൈസുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു സർജറി ആവശ്യമായി വരും. ആദ്യം ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി നീഡാണ്. എന്നാൽ അതിനുശേഷം ടു ചേർക്കില്ല, അപ്പോൾ സാറ നീഡ് ഡു എന്ന് വരും. ഇനി അല്ലെങ്കിൽ അവൾക്കൊരു സർജറി ആവശ്യമായി വരും, അത് ഫ്യൂച്ചറിലെ കാര്യമാണ്, ആവശ്യമായി വരുമെന്നുള്ളത്. അതുകൊണ്ട് വില്ലാണ് വേണ്ടത്, അതർവൈസ് ഷീ വിൽ നീഡ് എ സർജറി. 2. യു ഡാഷ് ഹാവ് സ്പോക്കൺ റൂഡ്ലി ടു ഹെർ, അതർവൈസ് ഷീ ഡാഷ് നോട്ട് ഹാവ് ലെഫ്റ്റ് സോ സൂൺ. നീ അവളോട് മോശമായി സംസാരിച്ച് കാണും, അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഇത്ര പെട്ടെന്ന് പോകില്ലായിരുന്നു. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീ മോശമായി സംസാരിച്ചിട്ടുണ്ടാകണം എന്ന് പറയാൻ മസ്റ്റ് ഹാവ് സ്പോക്കൺ എന്നാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ. യു മസ്റ്റ് ഹാവ് സ്പോക്കൺ റൂഡ്ലി ടു ഹെർ. അല്ലായിരുന്നെങ്കിൽ അവൾ ഇത്ര പെട്ടെന്ന് പോകില്ലായിരുന്നു എന്ന് പറയാൻ വുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് സോ സൂൺ. ഇനി 3. ഡാഷ് യു സിംഗ് എ സോങ് ഫോർ താരാസ് ബർത്ത്ഡേ, യു ഡാഷ് സിംഗ് സോ വെൽ വെൻ വി വർ ഇൻ സ്കൂൾ. നിനക്ക് താരയുടെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടാൻ കഴിയുമോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്യാൻ ആണ് ആദ്യം വരിക. ക്യാൻ യു സിംഗ് എ സോങ് ഫോർ താരാസ് ബർത്ത്ഡേ? എന്നിട്ട് പറയുന്നത് നമ്മൾ സ്കൂളിലായിരുന്ന സമയത്ത് നീ നന്നായി പാടാറുണ്ടായിരുന്നല്ലോ എന്നാണ്. അപ്പോൾ പാടാറുണ്ടായിരുന്നു പഴയ കാലത്ത് പതിവായി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് പറയാൻ നമ്മൾ യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യു യൂസ് ടു സിംഗ് സോ വെൽ വെൻ വി വർ ഇൻ സ്കൂൾ. 4. ഐ ഡാഷ് നോട്ട് ക്ലൈം അപ്പ് ദ ഹിൽ, ഇറ്റ് ഡാഷ് ബി സ്ലിപ്പറി ആഫ്റ്റർ സച്ച് ഹെവി റെയിൻ. ആ കുന്ന് കയറാൻ എനിക്ക് ധൈര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ തെന്നലുണ്ടാകാം, അല്ലെങ്കിൽ വഴുക്കലുണ്ടാകാം. ധൈര്യമില്ല എന്ന് പറയാൻ ഡെയർ നോട്ട് എന്നാണ് വേണ്ടത്. അതുകൊണ്ട് ഐ ഡെയർ നോട്ട് ക്ലൈം അപ്പ് ദ ഹിൽ. അവിടെ വഴുക്കലുണ്ടാകാം എന്ന് പറയാൻ മേ ആണ് വേണ്ടത്. ഇറ്റ് മേ ബി സ്ലിപ്പറി ആഫ്റ്റർ സച്ച് ഹെവി റെയിൻ. 5. ഡാഷ് യു ബി കമ്മിങ് ടുമോറോ, വി റിയലി ഡാഷ് കംപ്ലീറ്റ് ദാറ്റ് ഫയൽ. നീ നാളെ വരുന്നുണ്ടോ? നമുക്ക് ശരിക്കും ആ ഫയൽ പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീ നാളെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വില്ലാണ് ഇവിടെ ആവശ്യം. വിൽ യു ബി കമ്മിങ് ടുമോറോ. ആ ഫയൽ തീർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അപ്പോൾ നീഡാണ് വേണ്ടത്. വി റിയലി നീഡ് കംപ്ലീറ്റ് ദാറ്റ് ഫയൽ. ഇത്രയുമാണ് സെറ്റ് 2. ഇനി സെറ്റ് 3 നോക്കാം. ചൂസ് ദി സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ഗ്രൂപ്പ് ബി ടു കംപ്ലീറ്റ് ദ സെന്റൻസസ് ഇൻ ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എയിലെ സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ ഗ്രൂപ്പ് ബിയിൽ നിന്നുള്ള അനുയോജ്യമായ ക്വസ്റ്റ്യൻ ടാഗുകൾ തിരഞ്ഞെടുക്കുക. സർക്കിൾ ദി റൈറ്റ് ആൻസർ ഇൻ ക്വസ്റ്റ്യൻസ് 1 to 5 ഗീവൺ ബിലോ ദ ഗ്രൂപ്പ്സ്. എന്നിട്ട് ഗ്രൂപ്പുകൾക്ക് താഴെ തന്നിരിക്കുന്ന 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ശരിയുത്തരത്തിന് സർക്കിൾ ചെയ്യുക. ആദ്യം നമുക്ക് ഗ്രൂപ്പ് എയും ബിയും ഒന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് എ. 1. ദ സ്റ്റുഡൻസ് ആർ ഓൾ സെറ്റ് ടു ഗോ ടു ദ ക്യാമ്പ്. 2. ഇറ്റ് റെയിൻസ് ഹെവിലി ഇൻ അസാം. 3. രമ ഹാഡിൻ ഫിനിഷ്ഡ് ഹെർ മ്യൂസിക് ലെസൺസ്. 4. ഗോ ക്വിക്ലി ആൻഡ് ബൈ മീ എ റെഡ് ഇങ്ക് പെൻ. 5. ലെറ്റ് us നോട്ട് ക്യാരി എനി പ്ലാസ്റ്റിക് ബാഗ്സ് വിത്ത് us ടുഡേ. ഗ്രൂപ്പ് ബി. എ. വിൽ യു. ബി. ആൺ ദേ. സി. ഷാൽ വി. ഡി. ഹാഡ് ഷീ. ഇ. ഡസിൻറ്റ് ഇറ്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സർക്കിൾ ചെയ്യുന്നതിന് പകരം നമുക്ക് എയിലെ ഓരോ സെൻറ്റൻസിൻ്റെയും ശരിയുത്തരം ഏതെന്ന് നോക്കാം. 1. ദ സ്റ്റുഡൻസ് ആർ ഓൾ സെറ്റ് ടു ഗോ ടു ദ ക്യാമ്പ്. ഇവിടെ ആർ എന്നതാണ് ഓക്സിലറി വെർബ്. നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ആർ നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ആൻഡ് വേണം. ദ സ്റ്റുഡൻസ് എന്നതാണ് സബ്ജക്റ്റ്. അതിനെ കാണിക്കുവാനായി ഉപയോഗിക്കുന്നത് ദേ എന്ന പ്രോനൗൺ ആണ്. അപ്പോൾ ആൻസർ ആൻഡ് ദേ. 2. ഇറ്റ് റെയിൻസ് ഹെവിലി ഇൻ അസാം. ഇവിടെ ഓക്സിലറി വേർബ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വെർബ് നോക്കുക. റെയിൻസ് എന്നത് യെസ് ഉള്ള വെർബാണ്. അതായത് ഡസ് റെയിൻ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഡസ് എടുക്കുക. അതിനുശേഷം അവിടെ നെഗറ്റീവ് വേർഡ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നോട്ടിൻ്റെ ഷോർട്ട് ഫോമായ ഇൻഡ് ചേർക്കുക. ഡസിൻറ്റ്. സബ്ജക്റ്റ് നോക്കുക, ഇറ്റാണ്. അപ്പോൾ അത് അതുപോലെ കൊടുക്കുക. അപ്പോൾ ഡസിൻറ്റ് ഇറ്റ്. അതാണ് അവിടുത്തെ ആൻസർ. 3. രമ ഹാഡിൻ ഫിനിഷ്ഡ് ഹെർ മ്യൂസിക് ലെസൺസ്. സെൻറ്റൻസിൽ ഓക്സിലറി വേർബ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ഹാഡ് ഉണ്ട്. എന്നാൽ ഹാഡിനൊപ്പം ഹാഡ് ഇൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായ ഇൻഡ് അവിടെയുണ്ട്.
അതുകൊണ്ട് ഹാഡ് മാത്രം എടുത്താൽ മതിയാകും, ഇൻഡ് വേണ്ട. ഹാഡ് മാത്രം എടുക്കുക. രമ എന്നതാണ് സബ്ജക്റ്റ്, അപ്പോൾ രമയെ കാണിക്കുന്ന പ്രോനൗണായ ഷീ ഉപയോഗിക്കുക. ഹാഡ് ഷീ. 4. ഗോ ക്വിക്ലി ആൻഡ് ബൈ മീ എ റെഡ് ഇങ്ക് പെൻ. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇത് സബ്ജക്റ്റിലല്ല തുടങ്ങിയിരിക്കുന്നത്, ഡയറക്റ്റ് വേർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആണ്. നമ്മുടെ ഓപ്ഷനിൽ വിൽ യു ഉണ്ട്, അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. 5. ലെറ്റ് us നോട്ട് ക്യാരി എനി പ്ലാസ്റ്റിക് ബാഗ്സ് വിത്ത് us ടുഡേ. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇത് ലെറ്റസിലാണ് തുടങ്ങിയിരിക്കുന്നത്. സജഷൻ എന്ന നിലയിൽ ലെറ്റസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ വി ആയിരിക്കും. ഗ്രൂപ്പ് ബിയിൽ ഷാൽ വി ഉണ്ട്, അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. ഇത്രയുമാണ് സെറ്റ് 3. ഇനി നമുക്ക് സെറ്റ് 4 നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വെർബ്സ് ആൻഡ് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ ടാഗ്സ്. അനുയോജ്യമായ വെർബുകളും അതിന് ചേരുന്ന ക്വസ്റ്റ്യൻ ടാഗുകളും ഉപയോഗിച്ച് സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യുക. 1. യു ആൻഡ് കമ്മിങ് ടു ദ കോളേജ് ടുമോറോ ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് വേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. സെൻറ്റൻസിൽ ഓക്സിലറി വെർബും നെഗറ്റീവും ഉണ്ട്. ആൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആർ മാത്രം എടുക്കുക. അതിനുശേഷം സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് യു ആണ്, അപ്പോൾ ആൻസർ ആ യു. 2. റഹ്മാൻ ഡാഷ് ദ ബോയ് ഹു സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ക്ലാസ് ഈസ് ഇൻ ഹി. ഇവിടെ വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നോക്കുക. ക്വസ്റ്റ്യൻ ടാഗിൽ ഈസിൻഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവായാണ് സെൻറ്റൻസിൽ നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ടത്. ഈസിൻഡിൽ നിന്ന് ഈസ് മാത്രം എടുത്ത് നമ്മൾ വെർബായി യൂസ് ചെയ്യുന്നു. റഹ്മാൻ ഈസ് ദ ബോയ് ഹു സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ക്ലാസ്. 3. ജയ ഗോസ് ടു ദ ലൈബ്രറി എവറി സൺഡേ ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ്. ജയ ഗോസ് ടു ദ ലൈബ്രറി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഓക്സിലറി വേർബ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വെർബായ ഗോസ് എടുക്കുന്നു. ഗോസിൻ്റെ അവസാനം എസ് ഉള്ളതിനാൽ ഡസ് ആണ് ഓക്സിലറി വെർബ്. നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡെസിൻ്റെ എന്ന് എടുക്കുന്നു. ജയ സ്ത്രീ ആയതുകൊണ്ട് ഷീ എന്ന് എടുക്കുന്നു. ഡെസിൻ ഷീ എന്നതാണ് ആൻസർ. 4. ലെറ്റ് us all go for a movie next Sunday ഡാഷ്. ഇവിടെയും ക്വസ്റ്റ്യൻ ടാഗാണ് വേണ്ടത്. ഇവിടെ ലെറ്റസിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു സജഷനാണ്, അതുകൊണ്ട് ആൻസർ ഷാൽ വി. 5. ഡാഷ് ആസ് ടോൾ ആസ് റോസി ആൻഡ് ഐ. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, അത് നമുക്ക് വ്യക്തമാണ്. ആ ഐ തുടക്കത്തിലേക്ക് കൊണ്ടുപോവുക. ആൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഐയുടെ കൂടെ ആം ആണ് ചേരുന്നത്. ആം നോട്ടിൻ്റെ ഷോർട്ട് ഫോമായിട്ട് ആമിൻ്റെ എന്ന് പറയില്ല, ആൻഡ് എന്ന് മാത്രമേ പറയൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആൻസർ ഐ ആം ആസ് ടോൾ ആസ് റോസി. ഇത്രയുമാണ് സെറ്റ് 4. ഇനി സെറ്റ് 5 നോക്കാം. സ്പോട്ട് ദി എറർ ഇൻ ദ സെക്ഷൻസ് ഇൻ ഇറ്റാലിക്സ് ആൻഡ് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇറ്റാലിക്സിലുള്ള ഭാഗങ്ങളുടെ തെറ്റ് കണ്ടെത്തി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1. ഐ ഹാവ് സ്പോക്കൺ ടു ഹിം ബട്ട് വാട്ട് ഹീ കുഡ് ഡു ഈസ് അനദർ മാറ്റർ. വാട്ട് ഹീ കുഡ് ഡു എന്നതാണ് ഇറ്റാലിക്സിലുള്ളത്. ഓപ്ഷൻ എ ക്യാൻ ഡു, ഓപ്ഷൻ ബി മേ ഡു, ഓപ്ഷൻ സി വിൽ ഡു, ഓപ്ഷൻ ഡി നോ എറർ. ഇവിടെ അർത്ഥം വരുന്നത് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നുള്ളത് എന്ന ഫ്യൂച്ചറാണ് വേണ്ടത്. അതുകൊണ്ട് പുസ്തകത്തിലെ ആൻസർ ഓപ്ഷൻ സി വിൽ ഡു. 2. കം വാട്ട് മസ്റ്റ് വി ഓട്ട് ടു ഗോ ഫോർ ദി ഡെമോൺസ്ട്രേഷൻ ടുമോറോ. കം വാട്ട് മസ്റ്റ് ആണ് ഇറ്റാലിക്സിലുള്ളത്. ഓപ്ഷൻ എ മേ, ഓപ്ഷൻ ബി ക്യാൻ, ഓപ്ഷൻ സി ഷാൽ, ഓപ്ഷൻ ഡി നോ എറർ. എന്തു വന്നാലും നാളെ നമ്മൾ ഡെമോൺസ്ട്രേഷന് പോകണം, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തു വന്നാലും എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് കം വാട്ട് മേ എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ മേ. 3. ഡോക്ടർ ഷാ വിൽ ബി ലീഡിംഗ് ദ സർജിക്കൽ ടീം വിൽ ഹി. വിൽ ഹി ആണ് ഇറ്റാലിക്സിലുള്ളത്. ഓപ്ഷൻ എ ഡോൺ ഹി, ഓപ്ഷൻ ബി ഹാസ് ഹി, ഓപ്ഷൻ സി വോൺ ഹി, ഓപ്ഷൻ ഡി നോ എറർ. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ്. നമുക്കറിയാം വിൽ എന്ന ഓക്സിലറി വെർബ് ഇവിടെയുണ്ട്, എന്നാൽ ഈ സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വില്ലിനോടൊപ്പം നോട്ട് കൂടെ ചേർത്ത് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് എടുക്കേണ്ടത്. അപ്പോൾ വോണ്ട് എന്നാണ് വരിക. അതുകൊണ്ട് വോൺ ഹി എന്നാണ് വേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വോൺ ഹി. 4. ഐ ആം സപ്പോസ് ടു ജോയിൻ യു അറ്റ് 2 in the afternoon ആൻഡ് ഐ. ആൻഡ് ഐ ആണ് ഇവിടെ ഇറ്റാലിക്സിലുള്ളത്. ഓപ്ഷൻ എ ആം ഐ, ഓപ്ഷൻ ബി ആർ യു, ഓപ്ഷൻ സി ആം ഇൻ ഐ, ഓപ്ഷൻ ഡി നോ എറർ. ഇവിടെ ആം ആണ് ഓക്സിലറി വെർബായി വന്നിരിക്കുന്നത്. നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെയില്ല. അപ്പോൾ ആം നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് നമുക്ക് വേണ്ടത്. ആം നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആമിൻ്റെ അല്ല ആൻഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ ശരിയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി നോ എറർ. 5. The principal announced that the school ought to be equipped with computer labs by the end of this year. Ought to be equipped ആണ് ഇറ്റാലിക്സിലുള്ളത്. ഓപ്ഷൻ എ ക്യാൻ, ഓപ്ഷൻ ബി മൈറ്റ്, ഓപ്ഷൻ സി വിൽ, ഓപ്ഷൻ ഡി നോ എറർ.
ഈ വർഷാവസാനത്തോടെ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കപ്പെടും എന്ന് പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തോടെ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കപ്പെടും എന്നാണ് നമുക്ക് വേണ്ടത്. ഇത് പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്ത കാര്യമാണ്, അല്ലാതെ ഒരു ആവശ്യം പറഞ്ഞതല്ല. അതുകൊണ്ട് ഫ്യൂച്ചറിനെ കാണിക്കുന്ന വില്ലാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, വിൽ. ഇത്രയുമാണ് സെറ്റ് 5. അപ്പോൾ ഈ യൂണിറ്റിൽ മോഡൽ ഓക്സിലറീസിനെ പറ്റിയും ക്വസ്റ്റ്യൻ ടാഗ്സിനെ പറ്റിയുമാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്